മദ്യവ്യഭത്തിന് അടിമപ്പെട്ടു പോയിട്ടുണ്ട്, മയക്കുമരുന്നിന് അടിമപ്പെട്ടു പോയിട്ടുണ്ട്. അതിനൊക്കെ പുറകിൽ വലിയ ലോബികളുണ്ട്. അത്തരം ലോബികളുടെ കിരാതമായ ഹസ്തങ്ങളിൽ അകപ്പെട്ടു പോകുന്ന ഒരു യുവത വലിയ ഭീകരമായ ഒരു പ്രതിസന്ധിയിലേക്ക് കാലത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നു എന്ന കാര്യം നമ്മൾ മറക്കരുത്. അതുകൊണ്ട് തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കണം. അങ്ങനെയുള്ള മേഖലകളിൽ ശക്തമായ ഇടപെടലുകൾ നടത്തണം എന്നുള്ള ഈ കാലത്തിന്റെ അനിവാര്യതയാണെന്ന് അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ മനുഷ്യൻ സുഖം കിട്ടും, എന്തെങ്കിലുമൊക്കെ അവന്റെ ജീവിതത്തിന്റെ തൃപ്തി ലഭിക്കുമെന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് സംതൃപ്തിക്ക് വേണ്ടിയിട്ട് അരുതാത്ത ഇടങ്ങൾ തേടിപ്പോകുന്നതിന്റെ 1-2 ഉദാഹരണങ്ങൾ ഞാൻ ഇവിടെ സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ പണത്തിന് അടിപ്പെട്ടു പോകുന്ന മനുഷ്യനുണ്ട്. ധനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാമായി എന്ന് ചിന്തിക്കുന്നു. എങ്ങനെയും പണമുണ്ടാക്കാം, അങ്ങനെ പണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തുമാകുന്നു എന്ന് ചിന്തിക്കുന്ന വിധം ഈ പുതിയ ആധുനിക കാലത്തിലെ യൂദാസുമാർ അത് നമ്മുടെയൊക്കെ ജീവിതത്തിലും അവതരിക്കാൻ ഇടയുണ്ട്. യൂദാസിന്റെ തുലാശിൽ കർത്താവിനേക്കാൾ കൂടുതൽ ഭാരം 30 വെള്ളിക്കാശിനായിരുന്നത് പോലെ നമ്മുടെയൊക്കെ ജീവിതത്തിലും പണം ജീവിതത്തെ കവർന്നെടുക്കുന്ന അവസ്ഥ നിർഭാഗ്യകരമായ ഒരു അവസ്ഥയാണ്. ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിന് കൊടുക്കാതെ ദൈവത്തിന്റെ രാജ്യം അവിടുത്തെ നീതിയും ആദ്യം അന്വേഷിക്കുക, അതോടൊപ്പം ബാക്കിയെല്ലാം ചേർത്ത് നൽകപ്പെടും എന്ന വചനം നമ്മൾ അവഗണിച്ചുകൊണ്ട് അതിന്റെ സത്യം തിരിച്ചറിയാതെയും പണമുണ്ടെങ്കിൽ സമ്പത്തുണ്ടെങ്കിൽ പിന്നെ എല്ലാമായി എന്ന് ചിന്തിച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ട് മാത്രമായി ജീവിക്കുന്നതിന്റെ വലിയ അപകടം. തീർച്ചയായിട്ടും സമ്പത്ത് ആവശ്യമാണ്. സമ്പത്ത് ഉണ്ടാക്കുന്നത് തെറ്റായ കാര്യമല്ല. ന്യായമായ മാർഗത്തിലൂടെ ദൈവത്തിൽ ആശ്രയിച്ച് കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ആത്മാർത്ഥമായി നമ്മൾ സമ്പത്ത് ഉണ്ടാക്കണം. അത് കുടുംബത്തിലും മറ്റുള്ളവർക്കും ഒക്കെ വേണ്ടിയിട്ട് പങ്കുവെക്കാനുള്ളതാണെന്ന കാര്യം മാത്രമാണ്. എവിടെയാണ് കർത്താവ് ധനികനെ കുറ്റപ്പെടുത്തുന്നത്? ധനികൻ തനിക്ക് വേണ്ടി മാത്രം പണം മാറ്റിവെച്ചപ്പോഴാണ് അയാൾ കുറ്റക്കാരനായി മാറുന്നത്. ധനികനായ മനുഷ്യന് കൊടുക്കേണ്ടത് കൊടുക്കാതിരുന്നപ്പോഴാണ് അയാൾ പാപിയായി മാറുന്നത്. സഖ്യവൂസ് എന്ന ഒരു ചുങ്കക്കാരന്റെ ജീവിതത്തിലേക്ക് കർത്താവ് ഇടപെട്ടപ്പോൾ തന്നെ അയാൾ യഥാർത്ഥത്തിലുള്ള നിധി, യഥാർത്ഥത്തിലുള്ള ജീവന്റെ ഉറവിടം എവിടെയാണെന്ന് തിരിച്ചറിയുന്നുണ്ട്. കർത്താവിനെ കാണുവാനൊരു ദാഹമുണ്ടായിരുന്നു സഖ്യവൂസിന്. സഖ്യവൂസ് തന്റെ ജീവിതത്തിലുണ്ടായ ഒരു വലിയ പ്രതിസന്ധി നേരിടുന്ന വേളയിലായിരിക്കണം ഒരുപക്ഷെങ്കിൽ ഈശോ അതുവഴി കടന്നു പോകുന്നുവെന്ന് തിരിച്ചറിയുന്നത്. അയാളുടെ ജീവിതത്തിൽ അയാൾക്ക് പണമുണ്ടെങ്കിലും എങ്ങും എത്തുന്നില്ല, എന്തൊക്കെയോ ഒരു കുറവ് അനുഭവപ്പെട്ടത് കൊണ്ട് ഒരു വലിയ വാക്വം അയാളുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് തോന്നിയത് കൊണ്ടാവണം അയാൾ കർത്താവിനെ കാണാൻ ഇറങ്ങിത്തിരിക്കുന്നത്. ഒരു ദാഹമാണ്, ശമിക്കാത്ത എന്തോ ഒന്ന് അയാളുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് അയാൾ തിരിച്ചറിയുമ്പോൾ, എന്തോ ചിലതെല്ലാം ഇനിയും എനിക്ക് കുറവുണ്ടെന്ന കാര്യം തിരിച്ചറിയുമ്പോൾ കൂടി ആവണം അയാൾ അതുപോലെ ഒരു അന്വേഷണത്തിന് ഇറങ്ങിത്തിരിക്കുന്നത്. കർത്താവ് അയാൾ പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ ഒത്തിരി അധികമായിട്ട്, അയാളുടെ ചിന്തയിൽ പോലും കാണുന്നതിനേക്കാൾ അധികമായിട്ട് ഇന്ന് ഞാൻ നിന്റെ ഭവനത്തിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നെന്ന് പറയുകയും അവന്റെ വീട്ടിലേക്ക് കയറി ചൊല്ലുകയും അവിടെ അതിഥിയായി മാറുകയും ചെയ്യുന്ന ഒരു സുന്ദരമായ ചിത്രമാണ് ലൂക്കാ സുവിശേഷം 19-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്.